മക്കളെ, ഇന്ന് നമുക്ക് ഹാച്ചി കി കഹാനി എന്ന ഗീത് ചതുർവേദിയുടെ കഥ, ആ കഥ നമുക്ക് മലയാളത്തിൽ, അതായത് അതിൻ്റെ സമ്മറി നോക്കാം. 1923 ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിലെ വഴിയിലൂടെ നടക്കുമ്പോൾ പ്രൊഫസർ യുഎനോയ്ക്ക് ഒരു പട്ടിക്കുട്ടിയെ ലഭിക്കുന്നു. ജപ്പാനിലെ വലിയ പട്ടികളായ അക്കീത്ത ഇനത്തിൽപ്പെട്ട സുന്ദരിയായ ഒരു പട്ടിക്കുട്ടി. അതിൻ്റെ കഴുത്തിൽ ധരിച്ചിരുന്ന ബെൽറ്റിൽ ഹാച്ചി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ജപ്പാനീസ് ഭാഷയിൽ ഹാച്ചി എന്ന വാക്ക് 8 എന്ന നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിന് ഭാഗ്യം എന്ന അർത്ഥമാണുള്ളത്. ആ നമ്പർ എല്ലാവരും ഭാഗ്യമായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ പ്രൊഫസറിന് ഹാച്ചിയെ ലഭിച്ചത് അത് ആകെ ക്ഷീണിച്ച് ദുർബലയായ ഒരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹാച്ചി ഭാഗ്യദോഷിയാണ് എന്ന് തോന്നുകയാണ്. പ്രൊഫസർ പട്ടിക്കുട്ടിയെ ഉടമസ്ഥനെ അന്വേഷിക്കാനായി തീരുമാനിച്ചു. ഉടമസ്ഥനെ കണ്ടെത്തുന്നതുവരെ ഹാച്ചിയെ കൂടെ നിർത്താനും തീരുമാനിച്ചു. ഹാച്ചിയോടൊപ്പം പ്രൊഫസർ എല്ലായിടത്തും ഉടമസ്ഥനെ അന്വേഷിച്ച് പുറപ്പെട്ടു. എങ്കിലും ഒരിടത്തും കണ്ടെത്താൻ സാധിച്ചില്ല. രണ്ടുപേരുടെയും സൗഹൃദം ദൃഢമായതോടെ പ്രൊഫസറിനോടുള്ള അടുപ്പം കാരണം ഹാച്ചി അദ്ദേഹത്തെ തന്റെ ഉടമസ്ഥനായി അംഗീകരിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ പ്രൊഫസറിന്റെ ഭാര്യയ്ക്ക് ഹാച്ചിയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹാച്ചിയുടെ സൗന്ദര്യവും പ്രൊഫസറിനോടുള്ള സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മനസ്സിൽ ഹാച്ചിയോട് അലിവ് തോന്നാൻ തുടങ്ങി. സമയം കടന്നുപോയി. രണ്ടുപേരുടെ ഇടയിലുള്ള സൗഹൃദം ഗാഢമായി വളർന്നു. പ്രൊഫസർ രാവിലെ ട്രെയിനിൽ ഓഫീസിൽ പോയി വൈകുന്നേരം തിരിച്ചു വന്ന് ഹാച്ചിയോടൊപ്പം കളിക്കാൻ സമയം കണ്ടെത്തുമായിരുന്നു. ഒരു ദിവസം ഹാച്ചിയും പ്രൊഫസറും ഹാച്ചി പ്രൊഫസറിനെ റെയിൽവേ സ്റ്റേഷൻ വരെ അനുഗമിച്ചു. കൂടെ നടന്നുപോയി. ഇത് കണ്ട് പ്രൊഫസറിന് ആശ്ചര്യം തോന്നി. ഹാച്ചിയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവിടാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഹാച്ചി തിരികെ പോകാൻ തയ്യാറായില്ല. അവസാനം പ്രൊഫസർ ഹാച്ചിയെ വീട്ടിൽ കൊണ്ടുചെന്ന് വിട്ടതിന് ശേഷം ഓഫീസിലെത്താൻ വേണ്ടി വൈകി. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സ്റ്റേഷന്റെ ഗേറ്റിന് പുറത്ത് തന്നെയും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഹാച്ചിയാണ് പ്രൊഫസർ കണ്ടത്. ഹാച്ചി പ്രൊഫസറിനോടൊപ്പം കാൽനടയായി വീട്ടിലേക്ക് നടന്നു. തുടർ ദിവസങ്ങളിലെല്ലാം ഇത് ഒരു നിത്യ സംഭവമായി മാറി. എല്ലാ ദിവസവും ഹാച്ചി രാവിലെ പ്രൊഫസറിനോടൊപ്പം സ്റ്റേഷൻ വരെ നടന്നു വരും. വൈകുന്നേരം അദ്ദേഹം എത്തുന്നതിന് മുമ്പ് സ്റ്റേഷനിലെ ഗേറ്റിന് അടുത്തെത്തുകയും പ്രൊഫസറിനെ കാത്തിരിക്കുകയും ചെയ്യും. അത് പതിവായി മാറി. ഒരു ദിവസം വൈകുന്നേരം ഹാച്ചി സ്റ്റേഷന് പുറത്ത് കാത്തിരിക്കുകയായിരുന്നു. സമയം ഒരുപാട് കഴിഞ്ഞിട്ടും പ്രൊഫസർ തിരിച്ചെത്തിയില്ല. രാത്രി ആയതോടെ മഞ്ഞ് വീഴ്ച തുടങ്ങി. എന്നാൽ ഹാച്ചി അവിടെ നിന്നും മാറിയതേയില്ല. വാസ്തവത്തിൽ അന്ന് ഉച്ചയ്ക്ക് പ്രൊഫസറിന്റെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഹാച്ചിക്ക് പ്രൊഫസറിന്റെ മരണവിവരം അറിയാൻ കഴിഞ്ഞിരുന്നില്ല. തന്റെ പ്രിയ സുഹൃത്ത് ട്രെയിനിൽ നിന്നും ഇറങ്ങി എല്ലാ ദിവസവും തന്റെ അടുത്ത് എത്താറുണ്ട്. അദ്ദേഹം തിരിച്ചു വരില്ല എന്നല്ലാതെ ഹാച്ചിക്ക് യാതൊന്നും മനസ്സിലായില്ല. ചിലപ്പോൾ വൈകി വന്നേക്കാം എന്ന പ്രതീക്ഷയിൽ ഹാച്ചി അവിടെ തന്നെ കാത്തിരുന്നു. ഹാച്ചിയുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഹാച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഹാച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ പിറ്റേ ദിവസം രാവിലെ വീണ്ടും പ്രൊഫസറിനെ കാത്തിരുന്ന സ്ഥലത്ത് തന്നെ വന്ന് വീണ്ടും പ്രതീക്ഷയോടെ അവിടെ കാത്തിരിക്കാൻ തുടങ്ങി. എപ്പോഴെങ്കിലും പ്രൊഫസർ ട്രെയിനിൽ നിന്നും ഇറങ്ങി ഗേറ്റ് വഴി തൻ്റെ അടുത്തേക്ക് വരും എന്ന പ്രതീക്ഷയോടെ ഹാച്ചി എല്ലാ ദിവസവും സ്റ്റേഷന് പുറത്ത് ആ സ്ഥലത്ത് തന്നെ വന്നിരിക്കും. രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോകും. കുറച്ച് നാളുകൾക്ക് ശേഷം പ്രൊഫസറിന്റെ ഭാര്യ വീട് വിറ്റ് മറ്റൊരു പട്ടണത്തിലേക്ക് പോയി. അവർ ഹാച്ചിയെയും കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഹാച്ചി വീട്ടിൽ നിന്നും ഓടിപ്പോയി പ്രൊഫസറിനെ കാത്തിരുന്ന സ്ഥലത്ത് പോയി വീണ്ടും പ്രതീക്ഷയോടെ അവിടെ തന്നെ ഇരിക്കാൻ തുടങ്ങി. സ്റ്റേഷനിലുള്ള ആളുകൾക്കെല്ലാം ഹാച്ചിയെ വളരെ പരിചിതമായിരുന്നു. അവർ ഹാച്ചിക്ക് ഭക്ഷണം നൽകുമായിരുന്നു. ഹാച്ചി എല്ലാ ദിവസവും സ്റ്റേഷനിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. പ്രൊഫസർ വരുന്നുണ്ടോ എന്ന് എല്ലാ ദിവസവും സ്റ്റേഷനിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ട്രെയിൻ വരുമ്പോഴെല്ലാം തൻ്റെ പ്രിയപ്പെട്ട പ്രൊഫസറിനെ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. രാത്രിയാകുമ്പോൾ തല കുനിച്ചുകൊണ്ട് ഉറങ്ങാനായി സ്റ്റേഷനടുത്തുള്ള യാർഡിലേക്ക് പോകുമായിരുന്നു. ഒരു ദിവസം ട്രെയിനിൽ കയറി യാത്ര പറഞ്ഞ് പോയതിനു ശേഷം തിരിച്ചു വരാത്ത തൻ്റെ സുഹൃത്തിനെ 2-3 വർഷമല്ല, മറിച്ച് 3 വർഷവും 9 മാസവും സ്റ്റേഷന്റെ പിന്നിൽ 3 വർഷമല്ലേ കാത്തിരുന്നത്,
ഏക് സാൽ 2 സാൽ 3 സാൽ പൂരെ 9 സാൽ. 9 വർഷമാണ് അല്ലേ? 9 വർഷം. 9 വർഷവും 9 മാസവും. ഒരു ദിവസം ട്രെയിനിൽ കയറി യാത്ര പറഞ്ഞ് പോയതിനു ശേഷം തിരിച്ചു വരാത്ത തൻ്റെ സുഹൃത്തിനെ 2-3 വർഷമല്ല, മറിച്ച് 9 വർഷവും 9 മാസവും സ്റ്റേഷന് മുന്നിൽ അതേ സ്ഥലത്ത് ഹാച്ചി കാത്തിരുന്നു. മഞ്ഞിൻ്റെയോ തണുപ്പിൻ്റെയോ മഴയുടെയോ കാറ്റിൻ്റെയോ യാതൊരു സ്വാധീനവും ഹാച്ചിയിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടെ പ്രൊഫസറിന്റെ ഭാര്യ ഭർത്താവിന്റെ ശവകുടീരത്തിൽ പൂക്കൾ സമർപ്പിക്കാനായി എത്തിയപ്പോൾ അവർ ഹാച്ചിയോടൊപ്പം റോഡിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. സംസാരശേഷിയില്ലാത്ത ഹാച്ചിയുടെ സ്നേഹവും സമർപ്പണവും കാത്തിരിപ്പും അവരെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി. പതിയെ ഹാച്ചിയും വൃദ്ധനായി മാറി. പക്ഷേ പ്രൊഫസറിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. 1935 സ്റ്റേഷന് പുറത്ത് കാത്തിരുന്ന അതേ സ്ഥലത്ത് വെച്ച് ഹാച്ചിയും മരണപ്പെട്ടു. സ്റ്റേഷന് പുറത്ത് എല്ലാ ദിവസവും പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരിക്കല്ലോ, ആ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ 1935 ഹാച്ചിയും മരണപ്പെട്ടു. ആ സമയം നല്ലതുപോലെ മഞ്ഞ് വീഴ്ചയുണ്ടായിരുന്നു. മരണപ്പെട്ട ഹാച്ചിയുടെ തുറന്നിരുന്ന കണ്ണുകളിൽ അപ്പോഴും പ്രൊഫസറിനെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷ നിറഞ്ഞു നിന്നിരുന്നു. അതാണ് നമ്മുടെ ഹാച്ചിക്ക് കഹാനി. ഓക്കെ.